ഇവിടെ യു.എയിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് ഡ്രൈ സ്കാൽപ്പ് എന്ന് പറയുന്നത്. കാരണം എസിയും ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ കൂടിയാകുമ്പോൾ ഡ്രൈ ആയിട്ട് ഇങ്ങനെ താരം പോലെ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് തലേന്ന് വീഴും. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഭയങ്കര പ്രശ്നമായിട്ട്, അപ്പോൾ ഈ ഓഫീസിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പോൾ അതിന് പറ്റിയൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് സാധാരണ ആളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആൾ പല ആയുർവേദ ഡോക്ടേഴ്സിനെ എല്ലാവരും കണ്ട് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് എണ്ണ തേച്ച് നന്നായിട്ട് കുളിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഗ്രോത്തിനുമൊക്കെ ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് എണ്ണ എന്ന് പറയുന്നത്. അത് പല ടൈപ്പിലുള്ള ഓയിലുകൾ പല റിസൾട്ടും കൊണ്ടുവരും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ നമുക്കത് തലയിൽ വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു മോഡേൺ യുഗത്തിൽ നമുക്കിപ്പോൾ സ്കൂളിലോ കോളേജിലോ ഓഫീസിലോ ഒന്നും ആർക്കും പോകാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. പിന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണം ഉണ്ടാവും ഈ എണ്ണയ്ക്കൊക്കെ. ഞങ്ങൾക്കൊക്കെ ഓഫീസിലെന്ന് പറഞ്ഞാൽ തലയിലൊക്കെ അങ്ങനെ ചെന്ന് എണ്ണ മണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് പോവും, സീനിയർ ലെവലിൽ കംപ്ലയിൻറ്റ് പോയി നമുക്കത് പ്രശ്നമാണ്. അപ്പോൾ ആൾ പറയുന്നത് ഇതാണ്, ഈ എണ്ണ വെച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കളയും. അപ്പോൾ തല പിന്നെയും ഡ്രൈ ആവും. അപ്പോൾ എണ്ണ തേച്ചതിനും ഗുണമില്ല, ഷാമ്പൂവിൻ്റെ കൂടാതെ ഷാമ്പൂവിൻ്റെ കെമിക്കലും കൂടി തലയിൽ വരും. അപ്പോൾ ആൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ അപ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ് ഇതുപോലെ പ്രശ്നം. അത് താരനായിക്കോട്ടെ, ഡ്രൈ സ്കാൽപ്പ് ആയിക്കോട്ടെ, എന്തായാലും ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക്. അപ്പോൾ ഇപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്തത് ഒരു സൂട്ടബിൾ ഹെയർ മാസ്ക്, അതിൽ ആവശ്യത്തിന് ഓയിലും എസെൻഷ്യൽ ഓയിലുകളും. അപ്പോൾ കൂടുതൽ ഓയിൽ ഉണ്ടാവില്ല. അപ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി ഷാമ്പു, അതും നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന നാച്ചുറൽ സർഫക്റ്റൻ്റ് വെച്ചുണ്ടാക്കുന്ന ഷാമ്പു വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഇതുപോലെ ഒരു ഹെയർ ക്രീം. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് നമ്മൾ ഷാമ്പു ഉപയോഗിക്കുകയാണെങ്കിലും ഡ്രൈനെസ് തോന്നാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ഹെയർ ക്രീം വിത്ത് എസെൻഷ്യൽ ഓയിൽ, അലോവേര ജെൽ. അപ്പോൾ അത് സ്കാൽപ്പിനെയും മുടീനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ഷാമ്പു എന്ന് പറയുന്നതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ മൈൽഡായിട്ടുള്ള സർഫക്റ്റൻ്റ് വെച്ചിട്ടുള്ള ഷാമ്പും കൂടി ഉപയോഗിച്ച് തല വാഷ് ചെയ്ത് ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ വളരെ ചെറിയ ക്വാണ്ടിറ്റി നമ്മൾ ഈ പാക്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ എണ്ണയും തോന്നില്ല. എന്നാൽ ഈ പാക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയുടെ സ്ട്രെങ്ത്തിനും പ്രൊട്ടക്ഷനും, അതുപോലെ അതിൽ ഉപയോഗിക്കുന്ന എസെൻഷ്യൽ ഓയിലുകൾ ഡ്രൈനെസ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഈ താരൻ പോലെയുള്ള സാധനങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ ഉപകാരമായിരിക്കും. എത്രയൊക്കെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഹെയറിന് ചെയ്താൽ ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പോഴും മറക്കാതെ ഈ ഒരു റുട്ടീൻ എപ്പോഴും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ഹെയർ മാസ്ക്, നമ്മുടെ റോസ്മേരി പോലെയുള്ള എസെൻഷ്യൽ ഓയിലുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഫ്രൂട്ട്, അതിലാവശ്യത്തിന് മാത്രം എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ഷാമ്പൂ, അത് വളരെ ചെറിയ ക്വാണ്ടിറ്റി, കാരണം നമ്മൾ ഈ പാക്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ആ ഷാമ്പും ഉപയോഗിച്ച് വാഷ് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ ഷാമ്പു ഇട്ടാൽ മതി. അപ്പോൾ ഈ എണ്ണയുടെ മണമൊന്നും തല്ലുണ്ടാവില്ല, കാരണം നമ്മൾ പാക്കിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കണ കാരണം. അതിനുശേഷം ഒരു ഹെയർ ക്രീം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജെല്ല് തേച്ച് കൊടുക്കുക. ഇത് കുറച്ച് നാളും നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും.